നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രത്നങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോകൾ പ്ലേലിസ്റ്റിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് പരിശോധിച്ച് വീഡിയോകൾ കണ്ടെത്താവുന്നതാണ്, കാണാവുന്നതാണ്. രത്നശാസ്ത്രത്തെക്കുറിച്ച് സമ്പൂർണ്ണ അറിവ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ രത്നങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോകളൊക്കെ ഒന്ന് കാണുക എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കാഠിന്യമുള്ള ശുക്രന്റെ രത്നമായിട്ടുള്ള വജ്രത്തെ കുറിച്ചാണ്. വജ്രം അഥവാ ഡയമണ്ട് അഥവാ വൈരം അതിവിശേഷപ്പെട്ട ഒരു രത്നമാണ്. നമുക്ക് ആ രത്നത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നവരത്നങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രത്നമാണ് വജ്രം. ഏറ്റവും കാഠിന്യമേറിയതും വജ്രം തന്നെയാണ്. കാർബൺ അഥവാ കരിയുടെ ഒരു ക്രിസ്റ്റൽ രൂപമാണ് ഈ വജ്രം. വിവിധ തരത്തിലുള്ള കരികൾ, തടി കരി ഇവകൾ ഭൂമിക്കടിയിൽ കിടന്നുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളോളം കിടന്ന് താപവും മർദ്ദവും അനുഭവിച്ച് അത് രത്നങ്ങളായി മാറുന്നു. പഴക്കം ചെല്ലുന്തോറും ഇത്തരത്തിൽ രത്നത്തിന് അഥവാ വജ്രത്തിന് കാഠിന്യം വർദ്ധിക്കുന്നു, അത് തിളക്കവും വർദ്ധിക്കുന്നു. രമന്തേ അസ്മിൻ ഇതി രത്നഹ എന്നാണ്. അഥവാ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രമയതി മനഹ ഇതി രത്ന എന്നാണ്. അതായത് മനുഷ്യ മനസ്സിനെ ആകർഷിക്കുന്ന എന്തും രത്നമാണ്. ഇത്തരത്തിൽ ഏത് വസ്തുവിനെയും നമുക്ക് രത്നം എന്ന് പറയാം. എന്നാൽ ഇവിടെ നമ്മൾ രത്നങ്ങളായിട്ട് കണക്കിൽപ്പെടുത്തുന്നത് സമുദ്രത്തിൽ നിന്നോ കനികളിൽ നിന്നോ കിട്ടുന്ന പ്രകാശമാനമായിട്ടുള്ള ശിലാഖണ്ഡങ്ങൾ തന്നെയാണ്. ഈ രത്നങ്ങളും മനുഷ്യ മനസ്സിനെ നല്ല രീതിയിൽ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പലർക്കും രത്നത്തിന്റെ പ്രയോജനങ്ങളെ അറിയാതെയാണ് ധരിക്കുന്നത്. ഇതിന്റെ ആകർഷണീയത ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് പലരും ധരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പ്രയോജനങ്ങൾ അതിബൃഹത്താണ് എന്നതാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും കാഠിന്യമുള്ള രത്നമാണ് വജ്രം. നമുക്ക് വജ്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കോഹിനൂർ രത്നം എന്ന വജ്രം ഭാരതത്തിൽ നിന്ന് ഖനനം ചെയ്തെടുക്കപ്പെട്ടതാണ്. ഭാരതത്തിൽ തന്നെയാണ് ആദ്യമായി വജ്രം കണ്ടുപിടിച്ചതും. അതായത് നവരത്നങ്ങളുടെ എല്ലാം അടിസ്ഥാന ഗ്രന്ഥങ്ങളും അടിസ്ഥാന അറിവുകളും പകർന്നു നൽകിയത് ഭാരതീയർ തന്നെയാണ്. ആന്ധ്രാപ്രദേശിലെ ഗോൽഖണ്ഡ എന്ന ഖനിയിൽ നിന്നാണ് കോഹിനൂർ എന്ന അതിവിശേഷപ്പെട്ട രത്നം ഖനനം ചെയ്തെടുത്തത്. ഇപ്പോൾ ഭാരതത്തിലെ ബുന്ദേൽഖണ്ഡിലെ പന്ന എന്ന സ്ഥലത്ത് വജ്രം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വജ്രത്തിന് പന്ന എന്നൊരു നാമധേയം കൂടിയുണ്ട്. തമിഴ്നാട്, മധ്യപ്രദേശ്, ഒറീസ, ഗുജറാത്ത് എന്നിവിടങ്ങളിലും വജ്രത്തിന്റെ ഖനികളുണ്ട്. കൂടാതെ ഓസ്ട്രേലിയ, റഷ്യ, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇംഗ്ലണ്ട്, ഖാന, സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വജ്രത്തിന്റെ ഖനികളുണ്ട്. ഏറ്റവും വില കൂടിയതും ഏറ്റവും ശക്തിയുള്ളതുമാണ് വജ്രങ്ങൾ. മറ്റു രത്നങ്ങൾ 3-4 ക്യാരറ്റ് ഒക്കെ ധരിക്കേണ്ട അവസ്ഥയിൽ അതിന്റെ 10% മാത്രം വജ്രം ധരിച്ചാൽ ഫലപ്രദമാകും. അതായത് 30-40 ഒക്കെ സെന്റ് ധരിച്ചാലും മതിയാകും. ഇപ്പോൾ കരിയിൽ നിന്ന് കൃത്രിമമായി വജ്രം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള വജ്രം തന്നെയാണ് ഏറ്റവും ഫലപ്രദം. ജാതകത്തിൽ ശുക്രന് ബലക്കുറവുണ്ടെങ്കിൽ വജ്രം ധരിക്കാവുന്നതാണ് എന്ന് ജ്യോതിഷികൾ പറയാറുണ്ട്. എന്നാൽ ശുക്രന്റെ ബലക്കുറവ് മാത്രമല്ല, ശുക്രന്റെ ഭാവാധിപത്യവും കൂടി അനുസരിച്ച് മാത്രമേ വജ്രധാരണം നടത്താവൂ. ഇത് വജ്രം, സ്വർണം, വെള്ളി, ചെമ്പ്, പഞ്ചലോഹം എന്നീ ലോഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മോതിരമാക്കി ധരിക്കാവുന്നതാണ്. എന്നിരുന്നാലും വില കൂടിയതിനാലും ഭംഗിയുള്ളതിനാലും സ്വർണം തന്നെയാണ് ഏറ്റവും ശോഭനമായിട്ടുള്ളത്. ശുക്രന്റെ ദോഷങ്ങളെ പ്രതിരോധിക്കാനും കാരകധർമ്മങ്ങളെ വർദ്ധിക്കാനും ശുക്രന്റെ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാനും വജ്രം ധരിക്കുന്നത് നമുക്ക് ഫലപ്രദമാണ്. ശുക്രൻ കന്നിയിൽ നിൽക്കുമ്പോൾ നീചസ്ഥനാണ്. അതേപോലെ തന്നെ ശുക്രൻ 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും ബലം കുറയുന്നുണ്ട്. ഈ ഭാവാധിപന്മാരുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുക, ശുക്രന് മൗഢ്യം ഉണ്ടാകുക, ശത്രുയോഗം, പാപയോഗം എന്നിവയൊക്കെ വരിക എന്നീ സന്ദർഭങ്ങളിലൊക്കെ ശുക്രന് ബലക്കുറവുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ശുക്രന്റെ രത്നമായിട്ടുള്ള വജ്രത്തെ നമുക്ക് ധരിക്കാവുന്നതാണ്. എന്നാൽ അതൊക്കെ ഗ്രഹനില പ്രകാരം അനുകൂലമാണെങ്കിൽ മാത്രം. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ലഗ്നാധിപത്യം, ഭാഗ്യാധിപത്യം, 5ാം ഭാവാധിപത്യം എന്നീ ഭാവാധിപത്യം ഉണ്ടെങ്കിൽ മാത്രം ധരിക്കുക. വജ്രം ധരിക്കുന്നവരെ ഭൂതപ്രേതാദികൾ ഉപദ്രവിക്കില്ല എന്നാണ് വിശ്വാസം. വിഷമേറ്റാൽ പോലും ആ വിഷത്തിന്റെ കാഠിന്യം കുറയുന്നതാണ്. വജ്രം ധരിക്കുന്ന ഒരാളെ ഷോക്ക് ഏറ്റാൽ അതിന്റെ മാരകത്വം കുറയുന്നതാണ്.
അകാല മൃത്യുവും അപകടങ്ങളും ഒക്കെ വജ്രം ധരിക്കുന്നവർക്ക് ഇല്ലാതാകും. വിവാഹ ബന്ധങ്ങൾ ദൃഢമാകാനും വിവാഹം വേഗം നടക്കാനും വജ്രം ധരിക്കാം. എന്നാൽ അതൊക്കെ ജാതകം അനുകൂലമാണെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം വജ്രധാരണം വൈവാഹിക ജീവിതത്തെ മാനസികമായിട്ടുള്ള മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും, ദോഷകരമായി വർദ്ധിക്കാം. അതുകൊണ്ട് തന്നെ ജാതകം വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷനെ കാണിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വജ്രം ധരിക്കുക. ഏത് രത്നമാണെങ്കിലും അപ്രകാരം വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രം ധരിക്കുക. ഇപ്പോൾ പല ജ്യോത്സ്യന്മാരും ഒഴുക്കൻ മട്ടിൽ രത്നധാരണം നിർദ്ദേശിക്കാറുണ്ട്. പലരും ആ നിർദ്ദേശിച്ച് ദോഷങ്ങൾ അനുഭവിച്ചതിന് ശേഷം നമ്മളെ സമീപിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അറിവുള്ള ഒരു ജ്യോത്സ്യനെ മാത്രം ഈ കാര്യങ്ങളിൽ നിങ്ങൾ സമീപിക്കുക. കൂടാതെ ബുദ്ധി, ശ്രദ്ധ, അഭിമാനം, ഐശ്വര്യം എന്നിവ വർദ്ധിക്കുന്നതിനും വജ്രധാരണം സഹായിക്കും. ശുക്രന് ലഗ്നാധിപത്യം 5, 9 ഭാവാധിപത്യം എന്നിവയുണ്ടെങ്കിൽ വജ്രം ധരിക്കാവുന്നതാണ്. ലഗ്നാധിപത്യം വരുമ്പോൾ ഒന്നുകിൽ 6ാം ഭാവാധിപത്യവും അല്ലെങ്കിൽ 8ാം ഭാവാധിപത്യവും ഒക്കെ ശുക്രന് വരാറുണ്ട്. എന്നിരുന്നാലും അതൊന്നും തന്നെ ബാധിക്കില്ല. ഈ ലഗ്നക്കാർക്കും ഗുണപ്രദമാണ്. അതായത് മിഥുനം, കന്നി, കുംഭം, മകരം എന്നീ രാശി ലഗ്നങ്ങളായിട്ട് വന്നിട്ടുള്ളവർക്ക് വജ്രം ധരിക്കാവുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾ വജ്രം ധരിക്കുന്നത് ഉചിതമല്ല. അവർക്ക് അനുകൂലമാണെങ്കിൽ പോലും പഠനശേഷം മാത്രം വജ്രം ധരിക്കുക. അവരുടെ മാനസികാവസ്ഥയെ മാറ്റി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ അത് ചിലപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. അവരുടെ ജാതകപ്രകാരം മറ്റനുകൂലമായിട്ടുള്ള രത്നങ്ങളെയാണ് അവർ ധരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വിദഗ്ധ ഉപദേശം അനിവാര്യമാണ് എന്ന് പറയുന്നത്. അതായത് കുട്ടികൾക്ക് വജ്രം ധരിക്കുന്നവർക്ക് സെക്ഷൽ ഫീലിങ്സ് ധാരാളമായി വർദ്ധിക്കാറുണ്ട്. മാനസിക നില രൂപപ്പെടുത്തുന്ന പഠനാവസ്ഥകളിൽ ഈ രത്നത്തെ ധരിച്ചാൽ അവരുടെ മനസ്സ് ഡൈവേർട്ടായി പോകാൻ സാധ്യതയുണ്ട്. കൃത്രിമ കല്ലുകൾ, പ്രത്യേകിച്ച് വജ്രങ്ങളൊക്കെ ധാരാളമായി ലഭിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വജ്രം ശുദ്ധമായത് വാങ്ങി ധരിക്കുക. നല്ല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം, വിശ്വസനീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വാങ്ങി ധരിക്കുക. അതിനല്പം വില കൂടുതലാകാം. വില കുറഞ്ഞ രത്നങ്ങൾ വാങ്ങുമ്പോഴാണ് നാം കബളിപ്പിക്കപ്പെടുന്നത്. വജ്രം ശുദ്ധമാണോ എന്നറിയാൻ പല വഴികളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നെയ്യ് ചൂടാക്കി ഉരുക്കി അതിൽ വജ്രം ഇട്ടുവെക്കുക എന്നുള്ളതാണ്. ശുദ്ധമായിട്ടുള്ള വജ്രമാണെങ്കിൽ നെയ്യ് പെട്ടെന്ന് തണുക്കുമെന്നാണ്. ഉത്തമമായിട്ടുള്ള വജ്രമാണെങ്കിൽ വെയിലത്ത് വെച്ചാൽ അതിന്റെ തിളക്കം വർദ്ധിക്കും, വെട്ടിത്തിളങ്ങുമെന്നാണ് പറയുന്നത്. ശുദ്ധമായ വജ്രമാണെങ്കിൽ ഒരു കണ്ണാടിയിൽ ഒരു വര വരച്ചാൽ അതിൽ പോറൽ വീഴും. ഇന്ന് രത്നങ്ങൾ നാച്ചുറൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ലാബുകളുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരും മറ്റും ഇത്തരം നമ്മുടെ നാട്ടിൽ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ശുക്രന്റെ ബലം അനുസരിച്ച് 10 മുതൽ 40 സെന്റ് വരെയൊക്കെ വജ്രം നമുക്ക് ധരിക്കാവുന്നതാണ്. വജ്രത്തിന് ഉപരത്നങ്ങളും നിലവിലുണ്ട്. അതിന് താരതമ്യേന വില കുറവാണ്. വെള്ളപുഷ്യരാഗം അഥവാ വൈറ്റ് സഫയർ, ഇത് വജ്രത്തിന്റെ ഉപരത്നമാണെങ്കിൽ കൂടിയും വില കൂടുതലുള്ളതാണ്. വില കുറഞ്ഞ വെള്ള സിർക്കോൺ അഥവാ സ്റ്റാർലൈറ്റ്, ടർമലൈൻ, വെള്ള ഓപ്പൽ, റോക്ക് ക്രിസ്റ്റൽ, വൈറ്റ് സിർക്കോൺ, ടർമലൈൻ ഇവയെല്ലാം ഉപരത്നങ്ങളാണ്. ഇതിൽ റോക്ക് ക്രിസ്റ്റൽ ഒക്കെ വളരെയേറെ ഫലപ്രദമാണ്. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. രത്നങ്ങളെല്ലാം തന്നെ ഔഷധ ഗുണമുള്ളതാണ്. അതേപോലെ തന്നെ വജ്രവും ഔഷധ ഗുണമുള്ളതാണ്. വെള്ളപ്പാണ്ടുള്ളവർ വജ്രം ധരിച്ചാൽ അത് രോഗശമനം ഉണ്ടാക്കുമെന്നാണ്. രത്നങ്ങളുടെ എല്ലാം ഭസ്മം ആയുർവേദത്തിൽ ഉപയോഗിച്ചിരുന്നു. ആയുർവേദത്തിൽ ഈ രത്നങ്ങളെ ഉപയോഗിച്ചിരുന്ന വിഷയങ്ങള് അതൊരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നില്ല. വജ്രം മോതിരമാക്കി ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലാത്ത പക്ഷം സ്റ്റഡായിട്ടോ ലോക്കറ്റ് ആയിട്ടോ ഒക്കെ ധരിക്കാവുന്നതാണ്. ഇത് വലത് കൈയിലോ ഇടത് കൈയിലോ ധരിക്കാവുന്നതാണ്. നടുവിരലിലോ ചെറുവിരലിലോ ധരിക്കാവുന്നതാണ്. എന്നാൽ വലത് കൈയിലാണ് ധരിക്കുന്നതെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഇത് നിർബന്ധമായിട്ടും മോതിരം മാറ്റി വെക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ അറിയാതെ പോലും ഇത് ഉൾപ്പെടാൻ പാടില്ല, അകത്ത് ചെല്ലാൻ പാടില്ല. ആ ഒരു കാര്യം വജ്രം ധരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലഗ്നാൽ എന്ന പോലെ ചന്ദ്രാലും രത്നധാരണം നടത്താറുണ്ട്. എന്നാൽ ലഗ്നാലുള്ള രത്നധാരണമാണ് ഏറ്റവും ഫലപ്രദം. നക്ഷത്രാധിപത്യം, സംഖ്യാശാസ്ത്രപ്രകാരം എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് രത്നധാരണം നടത്തുമ്പോൾ അത് ജാതകപ്രകാരം അനുകൂല ഭാവാധിപന്മാരാണ് എങ്കിൽ മാത്രം അത് കൂടുതലായിട്ട് ഫലപ്രദമാകും. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷനെ സമീപിച്ച് മാത്രം രത്നധാരണം നടത്തുക. നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് രത്നം തിരഞ്ഞെടുക്കുക. വജ്രധാരണം ചെയ്യുന്നവർക്ക് ആയുസ് വർദ്ധിക്കുന്നതാണ്, സൗന്ദര്യം വർദ്ധിക്കുന്നതാണ്, സമൂഹത്തിൽ ബഹുമാന്യത കൈവരും. നർത്തകർ, അഭിനേതാക്കൾ എന്നിങ്ങനെ ഏത് തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും വജ്രം ഏറ്റവും ഉത്തമമാണ്. ജാതകപ്രകാരം അനുകൂലമാണെങ്കിൽ മാത്രം. ഇവർക്ക് വജ്രം അഥവാ വൈരം ധരിക്കുന്നത് ഉയരങ്ങളിലെത്താൻ സഹായകരമാകും. രത്നധാരണം
വെള്ളിയാഴ്ച കാലത്ത് ആദ്യത്തെ കാലഹോരയിലാണ് വജ്രം ധരിക്കേണ്ടത്. വജ്രം ധരിക്കുന്ന സമയത്ത് ശുക്രന്റെ മന്ത്രത്തെയോ അല്ലെങ്കിൽ മഹാലക്ഷ്മി മന്ത്രത്തെയോ ഒക്കെ ജപിക്കുന്നത് ഉത്തമമാണ്. ഹിമകുന്ദ മൃണാളഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എന്ന മന്ത്രത്തെ 9 തവണ ജപിച്ചുകൊണ്ട് വജ്രം ധരിക്കാവുന്നതാണ്. കൂടാതെ അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത് എന്ന ശുക്ര ഗായത്രി മന്ത്രത്തെ 9 തവണ ജപിക്കുന്നതും ഫലപ്രദമാണ്. കൂടാതെ ഓം ശുക്രായ നമ, ഓം മഹാലക്ഷ്മി നമ എന്നീ ശുക്രന്റെയും മഹാലക്ഷ്മിയുടെയും മൂലമന്ത്രങ്ങളെ ജപിക്കുന്നതും വളരെ ഗുണപ്രദമാണ്. എല്ലാവർക്കും മഹാലക്ഷ്മിയുടെയും ശുക്രന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ അറിവ് ലഭിക്കുന്നതിനായി ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നിരവധി അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.